ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യാമിനി നന്ദൻ്റെ മനസ്സിൽ മാക്സിമം വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. നന്ദൻ്റെ അവകാശം ചോദിച്ചു വാങ്ങാൻ വേണ്ടിയാണ്. അതൊരു വഴക്കിലേക്ക് മാറുമെന്ന് യാമിനിക്ക് നല്ലപോലെ അറിയാം. നന്ദനാണെങ്കിൽ യാമിനി പറയുന്നതെല്ലാം അനുസരിക്കുന്ന പോലെയാണ് കേട്ടിരിക്കുന്നത്. ഇപ്പം നന്ദന് സ്വന്തം കുടുംബത്തിനേക്കാൾ പ്രധാനം യാമിനി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മനുവിൻ്റെ റൂമിലേക്ക് മൈഥിലി അവന് കുടിക്കാൻ ഒരു ഗ്ലാസ് പാലും കഴിക്കാൻ കുറച്ച് സ്വീറ്റ്സും ഒക്കെ ആയിട്ട് വരും. മനു കുറച്ചെന്തോ കുടിക്കുന്നുണ്ട്. ബാക്കി കുടിക്കാതിരിക്കുമ്പോൾ മൈഥിലി അത് വാങ്ങി കുടിക്കുന്നുണ്ട്. ഞാൻ കുടിച്ചോളാമെന്നും പറഞ്ഞ് ഇതിനുള്ള ഭാഗ്യമെങ്കിലും എനിക്ക് ഉണ്ടാകട്ടെ എന്നും പറഞ്ഞ് മൈഥിലി അത് കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് അഞ്ജലി മുറിയിലേക്ക് വരുന്നത്. ഈ കാഴ്ച കാണുമ്പോൾ അഞ്ജലിക്ക് അത് ഒരുപാട് ദേഷ്യം ഉണ്ടാക്കും. ദേഷ്യത്തോടെ മൈഥിലിയിൽ നിന്ന് വിളിച്ച് വന്ന് ആ ഗ്ലാസ് വാങ്ങി നിലത്തെറിഞ്ഞ് പൊട്ടിക്കും. റൂമിൻ്റെ പുറത്ത് നിന്ന് യാമിനി ഇത് കാണുന്നുണ്ട്. അഞ്ജലി മൈഥിലിയെ നല്ല രീതിയിൽ തന്നെ ചീത്ത പറഞ്ഞാണ് വിടുന്നത്. യാമിനി മൈഥിലിയോട് പറയും, ഒരു ഗ്ലാസ് അല്ലേ അവൾക്ക് തകർക്കാൻ കഴിഞ്ഞുള്ളൂ, നമ്മൾ തകർക്കാൻ പോകുന്നത് അവളുടെ ദാമ്പത്യ ജീവിതമാ. അതിനുവേണ്ടി മൈഥിലിയും യാമിനിയും കൂടി പലതും പ്ലാൻ ചെയ്യുന്നുണ്ട്. മനു ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ അവനൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അഞ്ജലിക്ക് മനുവിനോട് നല്ല ദേഷ്യം വരും. പക്ഷെ മനു ഇവിടെ ചെയ്തതും തെറ്റ് തന്നെയാണ്. അഞ്ജലിയെ ചൊടിപ്പിക്കാനാണെങ്കിലും മൈഥിലിയോട് കുറച്ച് സ്വാതന്ത്ര്യത്തോടെ അവളുടെ മുന്നിൽ വെച്ചെങ്കിലും മനു ഇടപെടുന്നുണ്ട്. അതുപോലെ മൈഥിലിയും കുറച്ച് ഓവറാണ്. മറ്റൊരാളുടെ ബെഡ്റൂമിലേക്ക് മറ്റൊരാളുടെ ഭർത്താവിൻ്റെ അടുത്തേക്കാണ് ഈ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് വരുന്നത്. മനു മനസ്സ് തുറന്ന് സംസാരിക്കാത്തടത്തോളം കാലം അഞ്ജലി മനുവും തമ്മിലുള്ള ബന്ധം നല്ല രീതിയിൽ പോകാനുള്ള ചാൻസ് ഇല്ല. ഇടയ്ക്കൊന്ന് വേണുവിനെയും കാണിക്കുന്നുണ്ട്. നന്ദനാണോ വേണുവിനോട് സംസാരിക്കാൻ ചെല്ലുന്നത് അതോ സൂര്യയാണോ എന്ന് അറിയില്ല. സൂര്യയ്ക്ക് കിട്ടിയ രഹസ്യ വിവരങ്ങളൊക്കെ വെച്ച് സൂര്യ നല്ലൊരു കളി തന്നെ കളിക്കും. സീരിയൽ തുടങ്ങിയ സമയത്തെ മനു ഉണ്ടല്ലോ, ആ മനുവിൻ്റെ മുഖശായ അല്ലായിരുന്നു അവരുടെ മുത്തശ്ശന് കാണിച്ചിരുന്നത്. പണ്ട് വീട്ടിൽ മുത്തശ്ശൻ്റെ വലിയൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മനു ആ കുടുംബത്തിലെ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു മുഖശായ അങ്ങനെ കാണിക്കുന്നത്? സ്നേഹയൊക്കെ ഇപ്പോൾ എവിടെയാണോ ഒരു വിവരവും ഇല്ല. സ്നേഹം കൂടി ഇടയ്ക്കൊന്ന് കൊണ്ടുവരുവാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. കാശിയുടെയോ ഗംഗയുടെയോ ആരുടെയും കാര്യങ്ങളൊന്നും ഇപ്പം കാണിക്കുന്നില്ല. ഇടയ്ക്ക് അവരെയും കൂടി ഉൾപ്പെടുത്തി കാണിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും.